നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ബാബുക്കയുടെ റൗണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കല്ലേ. അതെ, മകൻ വന്നു. ബാബുക്കയായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരാളാണ് ഇന്ന് വന്നിട്ടുള്ളത്. ബാബുക്കയ്ക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. ബാബുക്കയ്ക്ക് വേണ്ടി മാത്രമല്ല, ഒരുപാട് ലെജൻസിന് വേണ്ടി കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ശരത് സാറുമായിട്ടും ഒരു ബന്ധമുണ്ട്. അതാര്? വേറെ എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടോ? സാറിന്റെ കൂടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. പാട്ട് കേൾക്കണോ? പാട്ട് ചിലപ്പോ കേൾക്കുമ്പോ ഓർമ്മ വരുമായിരിക്കും. പ്രേമമെന്നാലെന്ത്, അതിന്താഹമെന്നാലെന്ത്, ആരോ മലയാളല്ലേ ചൊല്ലാമോ, ഒരു തൂവലാലുള്ളം തലോടുമ്പോ. വിളിക്കും നമ്മുടെ കൊച്ചിൻ ഇബ്രാഹിമിനെ. വിളിക്കട്ടെ. അപ്പൊ ഇബ്രാഹിമിനെ ഒരുപാട് സ്നേഹത്തോടെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഒരു വലിയ കൈയടി. നമസ്കാരം ഇക്ക. വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. അപ്പൊ നമ്മളെ ബാബുക്കെ ഞങ്ങൾക്ക് ഇവിടെ ആർക്കും കാണാനുള്ള ഭാഗ്യം പോലും ഉണ്ടായിട്ടില്ല. പക്ഷെ ബാബുക്കയുടെ കൂടെ പാട്ട് പാടാൻ വരെയുള്ള ഒരു ഭാഗ്യം ഉണ്ടായില്ലേ? എത്ര പാട്ടുകളാ ഒരുമിച്ച് വർക്ക് ചെയ്തേ? ബാബുക്കാന്റെ 3 പടത്തിൽ പാടിയിട്ടുണ്ട്. മൊത്തം 16 പടത്തിൽ, ഒരു ഹിന്ദി, ബാക്കി മലയാളമാണ്. അതില് 3 ബാബുക്കാന്റെ. അടിപൊളി. എങ്ങനെയായിരുന്നു ബാബുക്ക റെക്കോർഡിംഗ് സെഷന്റെ ഒക്കെ സമയം? ആദ്യമായിട്ട് ബാബുക്കായിട്ട് പരിചയപ്പെടണല്ലേ? ഫസ്റ്റ് കണ്ടത് എപ്പോഴാണ്? ആദ്യമായിട്ട് കാണുന്നത് എറണാകുളത്ത് ഒരു ഹോട്ടലിൽ പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞപ്പോ എന്നെ നമ്മുടെ കൊച്ചിയിലൊരു തബലിസ്റ്റ് ഉണ്ട്, അബ്ദുക്ക എന്ന് പറഞ്ഞു. പുള്ളിക്കാരന്റെ ഓർക്കസ്ട്രയിലൊക്കെ വായിക്കുന്ന ആളാ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ട് ബാബുക്ക വന്നിട്ട് നമുക്ക് പോയി പരിചയപ്പെടാം. അപ്പൊ ഞാൻ പറഞ്ഞു വളരെ സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പൊ ഞാൻ ഫിലിമിലൊന്നും പാടിയിട്ടില്ല, ഗാനമേളക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയമാണ്. അപ്പൊ പോയി പരിചയപ്പെട്ടു. അപ്പൊ എന്നോട് പറഞ്ഞു ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അപ്പൊ ഞാനൊന്ന് ദാസേട്ടന്റെ കാലം മാറി വരും കാറ്റിൻ ഗതി മാറുന്നുള്ള ദാസേട്ടൻ പാടിയ ക്രോസ് ബെൽറ്റ് എന്ന പടത്തിലെ ആ പാട്ടാണ് പാടിയത്. അപ്പൊ അന്നൊക്കെ നമ്മുടെ ഒരു നല്ലൊരു എന്താ പറയുക, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നല്ലൊരു സമയമായിരുന്നത്. പാടിക്കഴിഞ്ഞപ്പോ പുള്ളിക്ക് ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞ നല്ലതല്ല, ഞാൻ പാടിയത് നന്നായിരുന്നു അതൊന്നും ഞാൻ പറയാറില്ല, പറയുകയില്ല. അപ്പൊ ബാബുക്ക പറഞ്ഞു ശരി, നിനക്കൊരു പാട്ടുണ്ട്, അത് ബഹദൂറിന്റെ ഒരു പടമാണ്, മാൻപേട എന്നും പറഞ്ഞു. അപ്പൊ ബഹദൂർ എന്നെയും കണ്ടിട്ടില്ല, ഞാൻ ബഹദൂർ ഖാനെയും കണ്ടിട്ടില്ല. അപ്പൊ കൊടുങ്ങല്ലൂരാണ് ബഹദൂർ ഖാന്റെ നാട്. ബഹദൂർ ഖാന്റെ ഒരു റിലേറ്റീവ് ഡോക്ടർ സിദ്ദിഖ് എന്നും പറഞ്ഞൊരാളുണ്ട്, കരിക്കുളം ഡോക്ടർ സിദ്ദിഖ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഫൈൻ ആർട്സിൽ എൻ്റെ ഒരു പ്രോഗ്രാം നടന്നപ്പോൾ ആ പ്രോഗ്രാം നല്ല പ്രോഗ്രാമായിരുന്നു. നമ്മുടെ കൊച്ചിയിലെ ഓർക്കസ്ട്രയൊക്കെ ആയിട്ട് പോയി പാടി. പിന്നെ അപ്പോൾ എന്നോട് ഡോക്ടറൊന്നും പറഞ്ഞില്ല. അപ്പോൾ ബാബുക്ക പറഞ്ഞത് ബഹദൂർ ഖാ പറഞ്ഞിട്ടുണ്ട് ഒരു പാട്ട് നീ കൊടുക്കണം, അപ്പോൾ നീ മദ്രാസിൽ പോയി ഞാൻ അറിയിക്കാം. അങ്ങനെ പോയി രേവതി സ്റ്റുഡിയോ ആയിരുന്നു അന്ന്. ആ സ്റ്റുഡിയോ ഒക്കെ ഇപ്പം ഒന്നും ഇല്ല. രേവതി സ്റ്റുഡിയോ പോയിട്ട് ഈ മാൻപേട എന്ന പടത്തിലെ പേര് ശ്രീകുമാരൻ തമ്പിയുടെ കവിതയായിരുന്നു. അത് മെയിൻ കവിതയാണ്. അത് ഇടയ്ക്ക് റിതം ഒരു 2 വരി റിതം വരും. അത് ഫിലിം മാൻപേടയിൽ അത് JC കുറ്റിക്കാട് എൻ്റെ ഹീറോ, പുള്ളിക്കാരൻ കവിയാണ്. പുള്ളിക്കാരനെ കാണിക്കുമ്പോഴാണ് ഈ പാട്ട്. അപ്പൊ അതിന്റെ വേണമെങ്കിൽ 2 വരി ഞാൻ പാടാം. എത്ര മനോഹരി എത്ര ലജ്ജാവതി എത്ര വിനീതയി ഭൂമി എത്ര മനോഹരി എത്ര ലജ്ജാവതി എത്ര വിനീതയി ഭൂമി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കവിത വരും ഋതം ഇല്ലാതെ. പിന്നെ എത്ര പ്രിയങ്കരി എത്ര പ്രഭാമയി എത്ര പ്രസന്നയി ഭൂമി. അങ്ങനെ പോവും പാട്ട്. ഈ പാട്ട് പാടിക്കഴിഞ്ഞ് അവ ശ്രീകുമാരൻ തമ്പിനൊക്കെ ബാബുക്ക പരിചയപ്പെടുത്തി തന്നു. ആ പടം ഓടിയില്ല, 3 ദിവസം എന്തോ ഓടിയുള്ളൂ പടം. സിൽവർ ജൂബിലി 3 ദിവസം. അപ്പൊ റെക്കോർഡും ആക്കിയില്ല, അത് ഫിലിമിൽ മാത്രമുള്ളതുകൊണ്ട് ആരും ഈ പാട്ട് കേട്ടിട്ടില്ല. പിന്നെ രണ്ടാമത് പാടിയതാണ് മനസ്സിലെ കൽപ്പനാരാമത്തിൽ കണിക്കുന്ന പൂത്തുപോൾ പ്രേംനസീർ ആ പാടണം. ഈ മനസ്സിലെ പാട്ട് വിഭാസന മാഷ് എഴുതിയതാണ്.
അത് നമ്മുടെ ഓർക്കസ്ട്രയിലെ ജയനൊക്കെ അറിയാവുന്നതാണ്. ഒരു 4 പിച്ച് ശ്രുതി ഒന്ന് പിടിക്കാവോ? ലാ 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 കൽപ്പനാരാമത്തിൽ കണിക്കൊന്ന പൂത്തപ്പോൾ സ്വപ്നമനോഹരി നീ വന്നു, എൻ്റെ സ്വപ്നമനോഹരി നീ വന്നു. കൽപ്പനാരാമത്തിൽ കണിക്കൊന്ന പൂത്തപ്പോൾ സ്വപ്നമനോഹരി നീ വന്നു, എൻ്റെ സ്വപ്നമനോഹരി നീ വന്നു. മാനത്തെ നന്ദന വനത്തിൽ നിന്നോ മാനസയമുന തീരത്തു നിന്നോ താരകയായി വനരാധികയായി പ്രേമചാരുമരാളികയായി നീ വന്നു. കൽപ്പനാരാമത്തിൽ കണിക്കൊന്ന പൂത്തപ്പോൾ സ്വപ്നമനോഹരി നീ വന്നു, എൻ്റെ സ്വപ്നമനോഹരി നീ വന്നു. ഇതാണ് പാട്ട്. താങ്ക് യു. പിന്നെ ഇതിനൊക്കെ ശേഷമാണ് ഞാനും ശരത്തായിട്ട് ഐസ്ക്രീമിൽ പാടി, നേരത്തെ ജോൺസന്റെ മ്യൂസിക്. അത് ശരത്തിന് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എന്നെ പെട്ടെന്ന് ഞാൻ പാടിയത്. അപ്പൊ ഇതൊക്കെയാണ് സംഭവം. പിന്നെ ബാബുക്കാന്റെ ആയിട്ടുള്ള മോള് ചോദിച്ചാൽ എന്തൊക്കെയാ അറിയേണ്ടത് ഞാൻ പറയാം. എങ്ങനെയായിരുന്നു ബാബുക്ക പാട്ടൊക്കെ പഠിപ്പിച്ചു തരുന്ന രീതികള്? ബാബുക്ക എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ, മറ്റുള്ള ഇപ്പൊ ഞാൻ ഒരു പൊതുവെ പറഞ്ഞ ഇഫ് യു ഡോണ്ട് മൈൻഡ് കേട്ടാ, ശരത്തൊന്നും ഒന്നും വിചാരിക്കത്തില്ല. എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനെ പോലെ ഒന്നും അല്ല ബാബുക്ക എന്ന് പറഞ്ഞാൽ. വളരെ സിൻസിയറാണ്. സിൻസിയറാന്ന് പറഞ്ഞാൽ ഏത് ഗായകനും ചെന്ന് കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യും, പ്രോത്സാഹിപ്പിക്കും. അവര് കുറച്ച് എന്താ പറഞ്ഞ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ പുള്ളിക്കാരൻ അത് അഡ്ജസ്റ്റ് ചെയ്യും, പ്രോത്സാഹിപ്പിക്കും. അതായത് ഒരു പേടിയൊന്നുമില്ല. ഇപ്പൊ നമ്മളൊക്കെ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാൻ പാടില്ലാത്തതാണ് എനിക്ക് ഞാൻ പറഞ്ഞു പോണ്. ഇപ്പൊ നമുക്ക് ദേവരായ മാഷിന്റെ അടുത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര പേടിയായിരിക്കും. അപ്പൊ ഞാൻ ഒന്നും കൂടുതൽ പറയണില്ല. അപ്പൊ അങ്ങനെ ബാബുക്ക ഭയങ്കര എന്ന് വെച്ചാൽ എന്നോട് ഭയങ്കര കാര്യമാണ്. ഭയങ്കര എന്ന് വെച്ചാൽ വേറെ ഇതുപോലെ തന്നെ. അതിനുശേഷം സൃഷ്ടി എന്നുള്ള പടത്തില് സൃഷ്ടിയില് പാട്ട് എല്ലാവരും അഞ്ചിലായിട്ട് പാടി. ലഹരി മാദക ലഹരി ലഹരി നീ എൻ്റെ ലഹരി സൗന്ദര്യ ലഹരി 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 ലഹരി, അങ്ങനെ ഒരു പാട്ട്. ഈ 3 പാട്ട് ബാബുക്കാന്റെ അത്രേ ഉള്ളൂ. പിന്നെ ബാബുക്കായിട്ട് ലാസ്റ്റ് മരിക്കാൻ പോണ സമയത്ത് ഞാൻ കണ്ടിരുന്നു. ലാസ്റ്റ് പിന്നെ ചെന്നൈ ജനറൽ ഹോസ്പിറ്റലിൽ അന്ന് MGR ആയിരുന്നു മുഖ്യമന്ത്രി. അപ്പൊ ഞാൻ ചെന്ന എനിക്ക് ഏതോ ഒരു പാട്ടിന്റെ റെക്കോർഡിങ്ങിന് വേണ്ടി ഞാൻ പോയപ്പോഴും അറിയണം ബാബുക്ക ഇങ്ങനെ ആസ്പത്രിയിലാണെന്ന്. ഞാൻ ചെന്നപ്പോ പുള്ളിക്കാരന് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല, ഇങ്ങനെ കിടക്കുക. അപ്പൊ എന്നോട് കൈ ഇങ്ങനെ വന്നിട്ട് ഒന്ന് നെഞ്ചത്തൊന്ന് തടുകി കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ തടുകി കൊടുത്തു എൻ്റെ കൈ കൊണ്ട്. എന്നിട്ട് ഞാൻ വൈഫാണ് അന്ന് കൂടെ ഉണ്ടായത്. വൈഫിനോട് പറഞ്ഞു ഞാൻ നാളെ വരാമെന്നും പറഞ്ഞാൽ പോകുന്നു. പക്ഷെ അന്ന് രാത്രി തന്നെ പുള്ളിക്കാരൻ മരിച്ചു. പിറ്റേന്ന് തന്നെ ബോഡി കോഴിക്കോട് എത്തി. അപ്പൊ അങ്ങനെ ലാസ്റ്റ് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. പിന്നെ അത് കൂടാതെ പിന്നെ നാടക ട്രൂപ്പില് എല്ലാം കൊണ്ട് പാടിപ്പിച്ചു പുള്ളി. ഓനി സാറായിരുന്നു അതിന്റെ ലിറിക്സ് ഒക്കെ. അപ്പൊ അതിന്റെ വൈക്കത്ത് വെച്ച് അതിന്റെ റിഹേഴ്സൽ നടക്കുമ്പോൾ എന്നെ വിളിച്ചിരുന്നു. അപ്പൊ ഓനി സാറിനെ പരിചയപ്പെടുത്തി. അപ്പൊ അങ്ങനെ ആ നാടകത്തിലെ പാട്ടുകളും പാടി. നാടകത്തിന്റെ മാളവിക തിയേറ്റേഴ്സ് എന്ന ട്രൂപ്പായിരുന്നു. അപ്പൊ അതില് 2-3 പാട്ട് അതിൽ പാടി. പിന്നെ പ്രോഗ്രാമിന് ബാബുക്കാനോട് 2-3 സ്ഥലത്ത് പോയി. ഇതൊക്കെയാണ് അനുഭവങ്ങൾ കാര്യമായിട്ടുള്ളത്. താങ്ക് യു. അപ്പൊ കണ്ടതിൽ കുറെ സന്തോഷം. എനിക്ക് 100 കോടി സന്തോഷമുണ്ട്. 5-6 കോടി സന്തോഷം എനിക്ക്. കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു വൈകുന്നേര സമയത്താണ് ഈ റെക്കോർഡിങ് നടന്നത്. അപ്പോഴൊക്കെ ആദ്യം ഒരു വൈകുന്നേരം ജോൺസേട്ടന്റെ പാട്ട്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞു കൊച്ചിൻ ഇബ്രാഹിമാണ് കൂടെ പാടുന്നത്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് നല്ല സുമുഖനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അന്ന് അദ്ദേഹം കൂളായിട്ട് നടക്കുന്നു. ഞാനത് എന്ത് പറ്റിയാവോ. അപ്പൊ എനിക്കാണെങ്കിൽ പേടിച്ചിട്ട് ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഇത് രസമായിരുന്നു. പക്ഷെ റെക്കോർഡിങ് ജോൺസേട്ടനും
ഒരു 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 വികാരം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു SP വെങ്കടേശനൊക്കെ ഉണ്ടായിരുന്നു എന്ന്, അത് ബാൻജോ വായിക്കാനെന്തോ, എനിക്ക് അങ്ങനെ ഒരു ഓർമ്മയുണ്ട്. കുഴപ്പമില്ല, കവാലി ടൈപ്പ് പാട്ട്. അത് തന്നെ രസമായിരുന്നു. ഒരു ഗുമ്മുള്ള പാട്ടായിരുന്നു അത്. തിലകൻ ചേട്ടനും കരമന ജനാർദ്ദനൻ ചേട്ടനും കൂടെ, കൊടിയേറ്റം ഗോപി ചേട്ടൻ, 3 പേരുണ്ട് അതില് അല്ലേ? അല്ല, ഈ പാട്ടുകൾ പാടാൻ നമ്മൾ പാടിയ പാട്ട് അവരുടെ പാടുന്നത് മാറി മാറിയാ പാടുന്നത്. നമ്മള് 2 പേർക്കും വേണ്ടി പാടിയിട്ടുണ്ട്. ശരിയാ. അയ്യോ, അത് രസമായിരുന്നു. പിന്നെ വളരെ സന്തോഷമായി. അതിന് ശേഷം ശരത്ത് ഇങ്ങനെ ഇത്രയും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇത്രയും നിലയിൽ വന്നപ്പോ കേട്ടപ്പോ വളരെ സന്തോഷമായി. പുള്ളിക്കാരുടെ കൂടെ എനിക്ക് പാടാൻ പറ്റിയ ഒരു ഭാഗ്യം ഉണ്ടായല്ലോ. അയ്യോ, ഇപ്പൊ ഇന്നൊരു ഭയങ്കര മ്യൂസിക് ഡയറക്ടർ അതിൽ സ്തുതിക്കുക, ദൈവത്തിനെ സ്തുതിക്കുക. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. അല്ല, എനിക്കും നമ്മുടെ കൊച്ചിൻ ഇബ്രാഹിം സാറിന്റെ കൂടെ പാടാൻ കഴിഞ്ഞതിൽ കുറേ സന്തോഷം. കാര്യം നമ്മളെപ്പോഴും ഞാൻ വീട്ടിലൊക്കെ ഈ അടുത്തും ഞാൻ ഈ പാട്ട് കേട്ടായിരുന്നു. അപ്പൊ അത് അദ്ദേഹം അതിമനോഹരമായിട്ട് പാടിയിട്ടുണ്ട് ആ പാട്ട്. അതപ്പോ കുറെ സന്തോഷം കണ്ടതില്. താങ്ക് യു. കൊച്ചിയിൽ തന്നെ അല്ലേ? ഞാൻ കൊച്ചി തന്നെ. അന്ന് പക്ഷെ ബോംബെ നിന്ന് വന്നു എന്നാ എന്റെ അടുത്ത് ആരോ പറഞ്ഞത്. എനിക്ക് ബോംബെയില് ഒരു ഹിന്ദി പടത്തിൽ പാടാൻ വേണ്ടി പോയതോ നമ്മുടെ മ്യൂസിക്കില്. ഇതൊക്കെ നടന്നതിന്റെ ഇടയിൽ നമ്മുടെ റഫീസ് സാബ് പാടേണ്ട പാട്ടായിരുന്നത്. റഫീസ് സാബ് മരിച്ചതിന് ശേഷം ആ പാട്ട് പെൻഡിങ് കിടക്കണായിരുന്നു. അപ്പൊ അങ്ങനെ എന്നെ വിളിച്ച് ദിലീപ് സാബുമായിട്ട് ഇങ്ങനെ എറണാകുളത്ത് വെച്ച് പരിചയപ്പെട്ടു. അങ്ങനെ പോയി ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് പാടിയത് ആ പാട്ട്. പക്ഷെ അത് ഈ പോലെ ഫിലിം വന്നില്ല. റെക്കോർഡിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് നടന്നു. പടം വന്നില്ല. ഇല്ല, അപ്പൊ അത് മാറൂ. ഞാനിങ്ങനെ കൊച്ചിൻ ഇബ്രാഹിം വന്നിട്ടുണ്ട്, ബോംബെന്ന് വരിക, ഞാൻ കുറെ കൂടെ പേടിച്ചു. കാര്യം എന്റെ ദൈവമേ, ബോംബെന്നൊക്കെയുള്ള ആളുകള്, നമുക്ക് ബോംബെ എന്ന് പറഞ്ഞാൽ അധോലോക ഓർമ്മയുള്ളൂ. അപ്പൊ അതേ വളരെ നല്ലൊരു മനുഷ്യൻ. അന്നേ എനിക്ക് കണ്ടപ്പോഴേ കുറെ നല്ല സ്ഥലമാണ് സർ, അവിടെ ഒരു അധോലോകവും ഇല്ല. നല്ല മ്യൂസിക് ലവേഴ്സിനെ പറ്റിയൊരു സ്ഥലം. ഇല്ല, അത് ശരിയാണ്. പക്ഷെ അത് അവിടെ താമസിച്ചവർക്ക് എനിക്ക് അറിഞ്ഞോടല്ലോ. ഞാൻ എന്റെ ജൂണാർ എന്ന് പറഞ്ഞൊരു ഫിലിം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഹരികൻ സാറിന്റെ വോയിസ് എടുക്കാൻ വേണ്ടി ബോംബെ പോയി. അപ്പൊ ഞാൻ സാധാരണ എന്റെ കൂടെ എന്റെ മാനേജർ ഉണ്ടാവുന്ന, അവൻ ആ സമയത്ത് ഇല്ല. അപ്പൊ ഞാൻ മാത്രം അവിടെ ഇറങ്ങിയിട്ട് എനിക്ക് അവിടെ കാല് കുത്തിയിട്ട് ഒരാളുണ്ട്, അരുൺ എന്ന് പറഞ്ഞ ഒരാളാണ് എന്നെ കൊണ്ടുപോയത്. അതേ നല്ലൊരു ഹോട്ടലിൽ 10ാമത്തെ നില എന്തോ എടുത്തത്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, കാരണം ആരെങ്കിലും അവിടെ ഇട്ട് വെടിവെച്ചാൽ തന്നെ ഓടി ഇറങ്ങാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു എനിക്ക് റിസപ്ഷൻ സാർ അത് ഇവിടെ കിട്ടത്തില്ല ഇത് എന്നാ. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് കൊച്ചൊരു ഹോട്ടലിൽ കൊണ്ടുപോകും. അവസാനം ഏതോ ഒരു പന്ന സ്ഥലത്ത് കൊണ്ടുപോയി. ആ റിസപ്ഷനിസ്റ്റ് താമസിക്കുന്ന റൂം തൊട്ടടുത്ത് അങ്ങേരുടെ അവിടെ തന്നെ. ഞാൻ പറഞ്ഞു എനിക്കിത് മതിയെന്ന്. അയാൾ ചിരിച്ച് എൻ്റെ ഇത് പൈസ മേടിച്ച് ആ കൂറ സ്ഥലത്ത് നമ്മൾ കിടക്കുകയും ചെയ്തു. അല്ല, പേടിയോണ്ടാ, ആരെങ്കിലും വന്ന് 4 വെടിവെച്ചാൽ എണ്ണിച്ച് ഓടിയെങ്കിലും ചെയ്യാലോ എന്ന് വിചാരിച്ചത് താഴെ കിടന്നത്. അപ്പോൾ ബോംബെ എന്ന് പറയുമ്പോൾ എനിക്ക് അതുകൊണ്ട് ഞാൻ പേടിച്ച്, ബോംബെ നിന്നാണ് കൊച്ചിൻ ഇബ്രാഹിം വരുന്നത് എന്ന് പറഞ്ഞാൽ ഒന്ന് ഞെട്ടി. അത് എനിക്കറിഞ്ഞൂടല്ലോ. വേറെ ഏതൊക്കെ മ്യൂസിഷ്യൻസിന്റെ കൂടെയാണ് വർക്ക് ചെയ്തത്? ശ്യാമിന്റെ കൂടെ പണി. ശ്യാമിന്റെ കൂടെ കുറെ മനുഷ്യർ. പട്ടണപ്രവേശം, അതാണ് ലാസ്റ്റ് മോഹൻലാലിന് വേണ്ടി പാടിയത്. സൗഭാഗ്യം വാതിൽ തുറക്കും, സൗഭാഗ്യം വാതിൽ തുറക്കും, സന്താപം പമ്പ കടക്കും, സൗഭാഗ്യം വാതിൽ തുറക്കും, സന്താപം പമ്പ കടക്കും. സംഭവം. അയ്യോ, താങ്ക് യു സോ മച്ച് വന്നതിനും അനുഭവങ്ങളൊക്കെ നമ്മളായിട്ട് പങ്കുവെച്ചു. എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും പ്രേമമെന്നാലെന്ത്, അതിദാഹമെന്നാലെന്ത്, ആരോ മലയാളല്ലേ ചൊല്ലാമോ, ഒരു തൂവൽ